ഇപ്പൊ നമ്മളിപ്പോ HIV കുറിച്ച് മാത്രമേ പറയണേ. ഇപ്പൊ STDs എന്ന് പറയുമ്പോൾ കുറേ ഉണ്ട്, പക്ഷെ അതില് ഒബ്വിയസ്ലി എല്ലാവർക്കും ഏറ്റവും പേടി AIDS ആണല്ലോ. അപ്പൊ HIV എടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല്, ആദ്യം ഈ ബിൽ ആൻഡ് മെലിൻഡ ഗേറ്റ്സ് ഫൗണ്ടേഷൻ വഴിയും നമ്മുടെ കർണാടക ഇന്ത്യൻ ഗവൺമെന്റ് എല്ലാം ചേർന്നിട്ട് നമ്മൾ കുറച്ച് ഇതിനു വേണ്ടി വർക്ക് ചെയ്തായിരുന്നു. 2004 to 12 പീരീഡില് ഒരുപാട് വർക്ക് നടന്നിട്ടുണ്ട്. ആക്ച്വലി ഒരുപാട് പൈസ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 60,000 സെക്സ് വർക്ക്സിനെ റീച്ച് ചെയ്തിട്ടുണ്ട് അവർക്ക് എഡ്യൂക്കേഷൻ കൊടുത്തു, അവർക്ക് സേഫ് സെക്സിന് മെറ്റീരിയൽ കൊടുത്തു, എങ്ങനെ യൂസ് ചെയ്യണമെന്ന് കൊടുത്തു, അവരെ റെഗുലർലി ടെസ്റ്റ് ചെയ്തു, പിന്നെ പോസിറ്റീവാണെങ്കിൽ ട്രീറ്റ്മെന്റ് കൊടുത്തു. ഇതെല്ലാം ആ കാലഘട്ടത്തിൽ നടന്നു. പിന്നെ അവർ അതിനെക്കുറിച്ച് ഒരു സ്റ്റഡിയും ചെയ്തു. 3 റൗണ്ടായിട്ട് സ്റ്റഡി ചെയ്തു. അപ്പൊ അതിന്റെ റിസൾട്ട് 2015 വന്നത്. അപ്പൊ അതനുസരിച്ച് എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാല്, ആദ്യം തുടങ്ങിയ സമയത്ത് എത്ര ശതമാനം സെക്സ് വർക്കേഴ്സിനാണ് എയ്ഡ്സ് പോസിറ്റീവ് ആയെന്ന് ഗസ് ചെയ്യാമോ? എത്ര ശതമാനം പെർസെൻറ്റേജ് റഫ്ലി? 10-15-20% ഉണ്ടായിരുന്നു. പിന്നെ ഇവര് ഈ 3rd റൗണ്ട് സ്റ്റഡി ചെയ്തപ്പം ഇവരുടെ വർക്ക് കാരണം അത് ആക്ച്വലി കുറഞ്ഞ് 5% റൗണ്ടായി. നമ്മൾ എഡ്യൂക്കേഷൻ വഴി മാത്രവും പിന്നെ ഇവരുടെ ഈ സ്ക്രീനിങ്ങും ടെസ്റ്റിങ്ങും ഇതെല്ലാം വഴി അത്രയും കുറഞ്ഞു.